കേരളത്തിന്റെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPM-ന്റെ എറണാകുളത്ത് നിന്നുള്ള വനിതാ സഖാവായിട്ടുള്ള ഷൈൻ ടീച്ചർക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളും അതേ ചുറ്റിപ്പറ്റിയുള്ള സൈബർ ആക്രമണങ്ങളും വലിയ തോതിൽ ചർച്ചയാവുകയും സഖാക്കളായിട്ടുള്ള MV ഗോവിന്ദനും PK ശ്രീമതിയും അടങ്ങുന്ന ഒരു വലിയ നേതൃത്വ നിര തന്നെ ഇതിനെയൊക്കെ പ്രതിരോധിക്കുവാനും സ്ത്രീ സംരക്ഷകരാകാൻ വേണ്ടിയും അതുപോലെ സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടിയും ഒക്കെ വാത്തോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടർ ജിൻഡോ ജോൺ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള വാർത്താ മാധ്യമങ്ങളിലൊക്കെ ചർച്ചകളിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് പങ്കെടുക്കുന്ന ജിൻഡോ ജോണിനെതിരെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയും രൂക്ഷമായ സൈബർ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇതിനെതിരെ തുറന്ന് പ്രതികരണവുമായിട്ട് ജിൻഡോ ജോൺ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ജിൻഡോ ചോദിക്കുന്നത്, ഷൈൻ ടീച്ചറുടെ കാര്യത്തിൽ ഷൈൻ ടീച്ചർ പരാതി നൽകി ഊട്ടനടി നടപടിയെടുത്ത പോലീസ് എൻ്റെ ഭാര്യക്കും എൻ്റെ മക്കൾക്കും നേരെ നടക്കുന്ന ഈ സൈബർ ആക്രമണത്തിൽ ഞാൻ പരാതി തന്നാൽ നിങ്ങൾ നടപടിയെടുക്കുമോ? ഇതേ ഒരു ഉത്സാഹം എൻ്റെ ഭാര്യയുടെയും എൻ്റെ മക്കളുടെയും കാര്യത്തിൽ ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയാണ് ജിൻഡോ ജോൺ. നിങ്ങൾ ആദ്യം രാഹുലിനെ വേട്ടയാടി, രാഹുലിനെതിരെ നിങ്ങൾ സൈബർ ആക്രമണങ്ങൾ നടത്തി, നിങ്ങൾ രാഹുലിനെതിരെ മാധ്യമ വിചാരണകൾ നടത്തി, ഇതൊക്കെ നടത്തി. ഇപ്പോ നിങ്ങളുടെ കണ്ണിലെ കരട് എന്ന് പറയുന്നത് ജിൻഡോ ജോൺ ആണ്. ഒരു കാലത്ത് രാഹുൽ മാങ്കൂട്ടമായിരുന്നു നിങ്ങളുടെ കണ്ണിലെ കരടെങ്കിൽ ഇന്നിപ്പോൾ ജിൻഡോ ജോൺ ആണ് നിങ്ങളുടെ കണ്ണിലെ കരട്. അതിനുള്ള വ്യക്തമായ കാരണം എന്ന് പറയുന്നത് ചാനൽ ചർച്ചകളിലും അല്ലാതെയും നിങ്ങൾക്ക് വേണ്ട മറുപടി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുവാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഓരോ ഏർപ്പാടുകളും ചില വാക്കുകൾ കൊണ്ട് മാത്രം അതിൻ്റെയൊക്കെ മുനകൾ ഒടിച്ചു കളഞ്ഞുകൊണ്ട് ജിൻഡോ നിങ്ങൾക്ക് നേരെ നടത്തുന്ന ഈ ആക്രമണം, വാക്കുകൾ കൊണ്ടുള്ള ആക്രമണം, അത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ് എന്നുള്ളതാണ്. ഇത് തന്നെയായിരുന്നു രാഹുലും നിങ്ങളുടെ കണ്ണിലെ കരടാകുവാനുള്ള കാരണം രാഹുലിന്റെ മുന്നിൽ നിങ്ങളിൽപ്പെട്ട പലരും പലയിടങ്ങളിലും പല സമയത്തുമായിട്ട് മുട്ടുമടക്കി താഴെ വീണതായിരുന്നു. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ വേട്ടയാടാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങിയത്. ഇന്നിപ്പോഴിതാ ജിൻഡോ ജോണിനെതിരെയാണ് നിങ്ങളുടെ സൈബർ കൂട്ടങ്ങൾ, അന്തം കമ്മികൾ വേട്ടയാടലുകൾ നടത്തുന്നത്. എന്തിന്? ജിൻഡോയുടെ ഭാര്യയെയും ജിൻഡോയുടെ മക്കളെയും പോലും നിങ്ങൾ വെറുതെ വിടാതെ നിങ്ങൾ ആഞ്ഞാക്രമിക്കുകയാണ്. ബട്ട് നിങ്ങളുടെ ഈ ആക്രമണം കൊണ്ടൊന്നും പേടിച്ച് വരച്ച് മൂലക്കിരിക്കില്ലെന്ന് ജിൻഡോ ജോൺ ആവർത്തിച്ച് പറയുന്നുണ്ട്. ജിൻഡോയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ജിൻഡോ തൻ്റെ ഭാര്യയെയും 2 മക്കളെയും ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയിൽ കൂടി പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പോസ്റ്റ് പങ്കുവെക്കുന്നത് എന്നുള്ളതാണ്. ഇതെൻ്റെ ജീവിത പങ്കാളി ടീന ജേക്കബ്, കൂട്ടത്തിലുള്ളത് ഞങ്ങളുടെ മക്കളായ ദാവീദ് ജോൺ, ഇസ്ഹാക്ക് ജേക്കബ്. സൈബർ സഖാക്കളെ, ഇനി കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഒരു രാഷ്ട്രീയ അഭിപ്രായത്തിൻ്റെ പേരിൽ ഇതിൻ്റെയൊന്നും ഭാഗമല്ലാത്ത എൻ്റെ പങ്കാളിയുടെയും മക്കളുടെയും ചിത്രങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞു പരത്തുന്ന വൃത്തികേടുകൾ CPM-ന്റെ രാഷ്ട്രീയ നിലപാടാണോ? ഞാൻ ആക്ഷേപിച്ചു എന്ന് നിങ്ങൾ അതിവായന ചെയ്ത KJ ഷൈൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ പറഞ്ഞ അഭിപ്രായമാണ് സ്ത്രീയെയും പുരുഷനെയും ഏതൊരു മനുഷ്യനെയും മോശമായി ചിത്രീകരിക്കാൻ പാടില്ല, ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അത് ചെയ്യാൻ പാടില്ല എന്ന്. അതിനായി നെഹ്റു, ഗാന്ധി, ലെനിൻ എന്നിവരുടെ എല്ലാം പുസ്തകങ്ങൾ പരാമർശിച്ച അവരോട് എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. താങ്കൾക്ക് അവകാശപ്പെട്ടതെന്ന് കരുതുന്ന അതേ അവകാശം എൻ്റെ ജീവിത പങ്കാളിക്കും ഉണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ താങ്കളുടെ പരാതിയിൽ ഉണർന്ന് പ്രവർത്തിച്ച കേരള പോലീസ് എൻ്റെ ജീവിത പങ്കാളി ഒരു പരാതി കൊടുത്താൽ അതേ വേഗതയിൽ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് തരാൻ താങ്കൾക്ക് സാധിക്കുമോ? അങ്ങനെ അല്ലാത്ത പക്ഷം താങ്കളുടെ സ്ത്രീപക്ഷ നിലപാട് കപടമാണെന്ന് കേരളം വിചാരിക്കേണ്ടി വരും. സമാനമായി ആക്രമിക്കപ്പെടുന്ന മറ്റൊരു സ്ത്രീക്കും കിട്ടാത്ത പരിഗണന താങ്കൾക്ക് മാത്രം കിട്ടുന്നുണ്ടെങ്കിൽ ആ നിയമ നടപടിയുടെ അതിവേഗത മറ്റ് എന്തൊക്കെയോ മറച്ചു പിടിക്കാനാണെന്ന് സംശയിച്ചു പോയേക്കാം. യെസ്, ജിൻഡോ ജോൺ, നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ജിൻഡോ ജോൺ, നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ മക്കൾക്കുമെതിരെ എത്രയൊക്കെ സൈബർ ആക്രമണങ്ങൾ നടത്തിയാലും നിങ്ങൾക്ക് അഭിമാനിക്കാം. നിങ്ങളുടെ ഭാര്യ മറ്റാരെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഡോർ അകത്ത് നിന്ന് ലോക്ക് ചെയ്തിട്ടുള്ളെന്നുള്ള അഭിമാനം നിങ്ങൾക്കുണ്ടാവണം ജിൻഡോ ജോൺ. ഇവരുടെ നിന്നും ആക്രമണങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടവനല്ല നിങ്ങൾ ആദർശവും രാഷ്ട്രീയവും ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഈ പറയുന്ന സൈബർ ആക്രമണങ്ങളുടെ പേരിൽ ഒരു പരാതി പോലും ഇല്ലാതെ ഈ പോലീസ് ഇങ്ങനെയൊക്കെ നടപടിയെടുക്കുന്നുണ്ടെങ്കിൽ അത് പലതിനെയും മറച്ചു പിടിക്കുവാൻ വേണ്ടിയാണ്. അത് പലതും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല, ഒരു സംശയവുമില്ല. ഫേസ്ബുക്കിൽ നമുക്ക് ആ പോസ്റ്റ്
ബാക്കി കൂടി വായിക്കാം. എന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ എവിടെയെങ്കിലും താങ്കളുടെ പേര് പരാമർശിക്കുന്ന ഏതെങ്കിലും ഭാഗം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? വിവാദങ്ങളെ വഴിതിരിച്ചുവിടാൻ എന്റെ പേര് കൂടി ഉന്നയിച്ചപ്പോഴും താങ്കൾക്കെതിരെ വ്യക്തിപരമായ അഭിപ്രായം പറയാതിരുന്നത് താങ്കളുടെ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടല്ല, താങ്കളും ഒരു സ്ത്രീ ഉള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തിടത്തോളം കാലം താങ്കളുടെ സ്ത്രീപക്ഷം കപടമാണെന്ന് ഞാൻ വിചാരിക്കേണ്ടി വരും. എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരിടത്ത് പോലും താങ്കളുടെ പേര് പരാമർശിക്കാത്തപ്പോഴും അത് താങ്കളെ കുറിച്ചാണെന്ന് ആരെങ്കിലും പറഞ്ഞപ്പോഴെങ്കിലും എന്റെ പോസ്റ്റ് പരിശോധിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും നിങ്ങളെ പരാമർശിച്ചത് കണ്ടോ? എങ്കിൽ ഏതു ഭാഗത്താണത്? താങ്കളെയാണ് ഉദ്ദേശിച്ചത് എന്ന് എങ്ങനെയാണ് മനസ്സിലായത്? ഇനി അങ്ങനെ കണ്ടില്ലെങ്കിൽ ആര് പറഞ്ഞിട്ടാണ് താങ്കളെ ഞാൻ ആക്ഷേപിച്ചു എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ കാരണമായത്? എന്റെ ഫേസ്ബുക്ക് അഭിപ്രായങ്ങളുടെ താഴെ എന്നെയും മക്കളെയും ജീവിത പങ്കാളിയെയും മോശമായി ചിത്രീകരിച്ച് എഴുതി പിടിപ്പിക്കുന്ന CPM നേതാക്കളടക്കമുള്ള സൈബർ സഹാക്കന്മാർക്കെതിരെ ഒരു വാക്കുരിയാടാൻ താങ്കൾക്ക് പറ്റുമോ? ഇല്ലെങ്കിൽ കാപട്യം കൊണ്ട് ഉത്തരമുണ്ടാക്കാൻ ശ്രമിക്കരുത്. ഞാനാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നതെന്ന് നേരത്തെ അറിഞ്ഞിട്ട് കൂടി അരമണിക്കൂറോളം ചർച്ചയിൽ പങ്കെടുത്തതിന് ശേഷം ആരെയോ അധിക്ഷേപിച്ചു എന്ന് അതിവായന നടത്തിക്കൊണ്ട് എൻ്റെ കൂടെ ഇരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ നാടകം കളിച്ച CPMന്റെ മാധ്യമ വക്താക്കൾക്ക് എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുണ്ടോ? സ്വന്തം പേര് വെളിപ്പെടുത്താതെ ഒളിവിലിരുന്ന് ചിലരൊക്കെ സ്വന്തം പേരിൽ തന്നെയും ആക്ഷേപിക്കുന്ന സൈബർ സഖാക്കൾ ഒരു കാര്യം ഓർക്കണം. സ്വന്തം പേര് മറച്ചു വെച്ചും പ്രൊഫൈൽ ലോക്ക് ചെയ്തും കൊണ്ടും ഏത് മനുഷ്യരെയും ആക്ഷേപിക്കുന്ന വൃത്തികെട്ട സംസ്കാരമുള്ള നിങ്ങൾ തന്നെയാണ് കേരളത്തിലെ കപട സദാചാരവാദത്തിന്റെ മൊത്ത കച്ചവടക്കാര്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാടധികം ചോദ്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. എൻ്റെ ജീവിത പങ്കാളി എൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ ഉത്തരവാദിയാകുന്നില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ എഴുതുന്നതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും കൂടി ഉണ്ടാകണ്ടേ? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയത് സാമ്പത്തിക ശാസ്ത്രത്തിലാണ്, ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിലുമാണ്. പ്രയാസങ്ങളിലൂടെയും പട്ടിണിയുടെയും കടന്നു വന്നത് കൊണ്ട് തന്നെ വിഷയം ഭക്ഷ്യസുരക്ഷ ആയതാണ്. ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ കൂട്ടിക്കൊടുത്താണ് ഡോക്ടറേറ്റ് നേടിയത് എന്ന് ആക്ഷേപിക്കുന്ന വൃത്തികെട്ടവന്മാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പതിറ്റാണ്ടുകളോളമായി സിൻഡിക്കേറ്റും സെനറ്റും അടക്കി വാഴുന്ന കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ ഡോക്ടറേറ്റ് നേടിയത്. PhDയുടെ എൻട്രൻസിൽ 1ാം റാങ്ക് കൂടിയാണ് പ്രവേശനം നേടിയത്. ഞാൻ ഡോക്ടറേറ്റ് നേടിയത് പങ്കാളിയെ കൂട്ടിക്കൊടുത്തുകൊണ്ടല്ല, കുത്തിയിരുന്ന് പഠിച്ചും ഗവേഷണം നടത്തിയുമാണ്. നിങ്ങളുടെ വൃത്തികെട്ട വാദത്തിൽ ഇനിയും ഉറച്ചു നിൽക്കുന്നവരോട് അവിടെ സിൻഡിക്കേറ്റും സെനറ്റും ഒക്കെ ഭരിക്കുന്ന സഹാക്കന്മാർക്ക് സ്ത്രീകളെ കാഴ്ചവെക്കുമ്പോഴാണ് ഡോക്ടറേറ്റ് കൊടുക്കുന്നതെങ്കിൽ ആദ്യം തിരുത്തേണ്ടത് ആ സഹാക്കന്മാരെയല്ലേ? സ്ത്രീകളെ കൂട്ടിക്കൊടുത്തും വിവരങ്ങൾ കട്ടെടുത്തും PhD നേടാമെന്നുള്ളത് സ്വന്തം സഖാക്കന്മാരുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നതാകാം. അതിൽ ഞാൻ എങ്ങനെ കുറ്റക്കാരനാവും? കേരളത്തിൽ ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് സമ്പാദിക്കുന്ന മുഴുവൻ ആളുകളും ഇത്തരത്തിലുള്ളതാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. പിന്നെ ഞങ്ങളുടെ മക്കളെ പന്നിക്കുട്ടികൾ എന്ന് ആക്ഷേപിച്ചവരോട് പറയാനുള്ളത്, അവരെ കണ്ടിട്ട് ഞങ്ങൾക്ക് മനുഷ്യക്കുട്ടികളായിട്ടാണ് തോന്നുന്നത് എന്നാണ്. ഞങ്ങളുടെ കുട്ടികൾ തൊട്ടടുത്ത സർക്കാർ സ്കൂളിലെ മറ്റു മനുഷ്യക്കുട്ടികളോടൊപ്പമാണ് പഠിക്കുന്നത്. അവിടെ ഒരുപാട് സാധാരണ സഖാക്കന്മാരുടെ മക്കളും പഠിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വകുപ്പിൽ കേരളത്തിലെ സർക്കാർ പള്ളിക്കൂടങ്ങളിൽ മനുഷ്യക്കുട്ടികളോടൊപ്പം പന്നിക്കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്ന പരിപാടി ഉണ്ടോ എന്ന് സൈബർ സഖാക്കന്മാർ മറുപടി പറയണം. CPMന്റെ പ്രാദേശിക നേതാക്കന്മാരടക്കം പറയുന്നത് ഞങ്ങളുടെ കുട്ടികൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഖമാണ് എന്നാണ്. എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും അത്തരം ഒരു സംശയവുമില്ല. ഇനി ഞങ്ങളുടെ കുട്ടികൾക്ക് മുഖച്ഛായ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് സ്വന്തം മക്കൾക്ക് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മുഖച്ഛായ അല്ല എന്ന് തോന്നുമ്പോൾ ആ കുട്ടി മറ്റൊരാളെന്ന് സംശയം തോന്നുന്ന അതപ്പതിച്ച മനസ്സാണ്. ഇത്തരത്തിൽ ജിൻഡോ ജോൺ വളരെ വൈകാരികമായും അതുപോലെ രൂക്ഷ ഭാഷയിലുമുള്ള പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, മിസ്റ്റർ ജിൻഡോ ജോൺ, നിങ്ങൾക്ക് അഭിമാനിക്കാം. നിങ്ങളുടെ ഭാര്യ മറ്റൊരുത്തനെയും വീട്ടിൽ കയറ്റി അകത്ത് നിന്ന് ലോക്ക് ചെയ്ത് അവസാനം ഭർത്താവ് വന്നപ്പോൾ വീട് തുറക്കാൻ പറ്റാത്ത സാഹചര്യം നിങ്ങൾക്കുണ്ടായിട്ടില്ല. ആ കാര്യത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം മിസ്റ്റർ ജിൻഡോ ജോൺ. ആരൊക്കെ കുരച്ചാലും എത്രയൊക്കെ പേപ്പട്ടികൾ ഇങ്ങനെ നിങ്ങളെ കൊത്തിക്കീറാൻ എത്രയൊക്കെ ശ്രമങ്ങൾ നടത്തിയാലും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ഭാര്യയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ഈ പറയുന്ന പലരുടെയും, പല സൈബർ സഖാക്കളുടെയും, ഈ പറയുന്ന പല അന്തം കമ്മികളുടെയും ഒക്കെ DNA ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അവരുടെയൊക്കെ സർട്ടിഫിക്കറ്റിൽ എഴുതി വെച്ചിരിക്കുന്ന തന്തമാരായിരിക്കില്ല ഇവരുടെ യഥാർത്ഥ തന്തകൾ, ബയോളജിക്കൽ ഫാദർമാർ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ജിൻഡോ ജോൺ, നിങ്ങളെ പേടിപ്പിച്ച് മൂലക്കിരുത്താമെന്ന് അവർ കരുതിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തെറ്റി എന്നുള്ളതാണ്. ഇനി ഈ കാര്യത്തിൽ ഒരു പൊതുവായ അഭിപ്രായം എന്ന് പറയുന്നത്, ആദ്യം രാഹുൽ മാങ്കൂട്ടമായിരുന്നെങ്കിൽ അടുത്ത ഇര ജിൻഡോ ജോണാണ്. ഇനി അടുത്തത് ഇത്തരത്തിൽ BRM ഷഫീറും റോജി ജോണും അങ്ങനെ തുടങ്ങി
യൂത്ത് കോൺഗ്രസിന്റെയും ഇടയിൽ നിന്ന് വരുന്ന പ്രഗത്ഭരായിട്ടുള്ള ജനസമ്മതിയുള്ള പല യുവജന നേതാക്കളുമായിരിക്കും. ഇത്തരത്തിൽ ഈ പറയുന്ന സഖാക്കളുടെ സൈബർ ആക്രമണങ്ങൾക്കും അതല്ലാതെ അതിനപ്പുറത്തേക്ക് രാഹുലിനെ വേട്ടയാടിയ പോലെയുള്ള മാധ്യമ വിചാരണകൾക്കും വേട്ടയാടലുകൾക്കും ഇതുപോലെ ഇരയാകേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഷൈൻ ടീച്ചറോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് സുരക്ഷ വേണം, സൈബർ ആക്രമണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സുരക്ഷ വേണം. ബട്ട് നിങ്ങൾ മാത്രമാണ് സ്ത്രീ എന്ന് ഓർക്കരുത്. ജിൻഡോയുടെ ഭാര്യയും ജിൻഡോയുടെ മക്കളും അയാളുടെ കുടുംബമാണ്. ഉണ്ണികൃഷ്ണനോട് പറയാനുള്ളത്, ഉണ്ണികൃഷ്ണൻ നിങ്ങൾക്ക് മാത്രമല്ല കുടുംബമുള്ളത്, ജിൻഡോക്കും കുടുംബമുണ്ട്, അയാൾക്ക് ഭാര്യയുണ്ട്, അയാൾക്ക് മക്കളുണ്ട്. അപ്പോൾ അവരും കുടുംബവും മക്കളും ഭാര്യയും ഒക്കെയാണ്. ഇതൊന്നും നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രമേ, അല്ലെങ്കിൽ സഖാക്കൾക്ക് മാത്രമേ ഭാര്യയുള്ളൂ, സഖാക്കൾക്ക് മാത്രമേ സ്ത്രീപക്ഷമുള്ളൂ, അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്ന അവകാശം അത് സഖാക്കൾക്ക് മാത്രമുള്ളതാണെന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്.